ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടേക്ക്. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്കളപ്പണികളൊക്കെ തീർത്തുകൊണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കോഴി ഫാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ ചൊവ്വാഴ്ച കണ്ടിട്ട് അവിടെ മുട്ട കൊടുക്കാൻ, അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ അൽഹംദുലില്ലാഹ് ഞാൻ അടുക്കള പണികളൊക്കെ കഴിച്ച് വെച്ചോണ്ടാട്ടോ പോണത്. ഇതാ ചോറ് വന്നിട്ടുണ്ട്, അത് പിന്നെ ഊറ്റി വെച്ച്. പിന്നെ അത് കേബേജ് കറിയാണ് വെക്കുന്നത്. കേബേജും ഒരു ചെറിയൊരു തക്കാളി, 2 പച്ചമുളക്, ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പരിപ്പും പിന്നെ ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് ഏകദേശം വന്നിട്ടുണ്ട്. അതിന് ശേഷം അത് ഒരിത്തിരി തേങ്ങയും ചെറിയ ജീരകവും 2 ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ ഇത്. അങ്ങനത്തെ കേബേജ് കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് വെന്തതിന് ശേഷം അത് അരച്ച് പാരാണ് കേട്ടോ തേങ്ങ. പിന്നെ അത് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അങ്ങനത്തെ നമ്മൾ കറി റെഡിയായി. പിന്നെ അത് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ കടുക്, 2 വറ്റൽമുളകും വേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ട് കറി റെഡിയാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ മുട്ട കൊണ്ടുവന്നിട്ട് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എൻ്റെ അടിച്ചലും തുടക്കലും അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും ഷിബിലി മോനും കൂടി പോകുന്നത്. മുട്ട ഫാമിലാണെന്നുണ്ടെങ്കിൽ ടോക്കൺ ഉണ്ടെങ്കിലേറ്റ മാത്രം മുട്ട കിട്ടുള്ളൂ. 11:45 മുതൽ 11:55 വരെയാണ് കേട്ടോ അവിടെ ടോക്കൺ കിട്ടുക. അതിന് ശേഷം പിന്നെ ടോക്കൺ കിട്ടൂല. അപ്പോഴേക്കും ഞാൻ പിന്നെ ചട്ടപ്പെട്ട എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഷിബിലി മോന് ഫോൺ എടുത്തിട്ട് എന്തൊക്കെയോ പറയുന്നതാണ് ടീ കാണുന്നത്. പിന്നെ അതെ ഞങ്ങൾ അപ്പത്തിൽ ഹൈവേയിലെത്തിയിട്ടാണ്. നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങാടിയിലാണ് കേട്ടോ ഈ ഫാം ഉള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ അടുത്ത വീട്ടിലത്തെ താത്തി ഉണ്ടായിരുന്നു കൂടെ. ഇവിടെ ഈ കറക്റ്റ് ടൈമിലേക്ക് ചെല്ലണം കേട്ടോ, എന്നാലേ മുട്ട കിട്ടുള്ളൂ. ഇതാണ് കേട്ടോ, ഇത് വളാഞ്ചേരിക്ക് പോകുന്നിടത്തുള്ള കഞ്ഞിപ്പുര എന്ന സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ മുട്ട ഫാമിലെത്തിയിട്ടോ. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ ഒരുപാട് കോഴികളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കറക്റ്റ് ടൈമിലാണ് എത്തിയത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ മുട്ട. കടയിലത്തെ മുട്ടയിനേക്കാളും നല്ല മുട്ടയാണ് കേട്ടോ ഇവിടുത്തെ മുട്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ 1 രൂപ അങ്ങനെ എന്തെങ്കിലും ചില്ലറ പൈസ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇവിടെ കേട്ടോ ടോക്കൺ കൊടുക്കുന്ന സ്ഥലം. ഇവിടുന്ന് അവർ ആ ടൈം ആകുമ്പോൾ ടോക്കൺ തരും. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് വാങ്ങണം കേട്ടോ. ഇന്ന് ആൾ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടല്ലേ. അപ്പം പിന്നെ ഒരാൾക്ക് എത്ര മുട്ട വേണമെങ്കിലും കിട്ടുമെന്നാണ് കേട്ടോ ഈ ആഴ്ച പറഞ്ഞത്. ഇതാ ഇവിടുന്ന് കേട്ടോ ടോക്കൺ അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ മുട്ട ഇവർ തരും. ചൂടുകാലമായിരിക്കുമ്പോൾ മുട്ട കൂടുതലായിരിക്കും കേട്ടോ. വർഷക്കാലമായിരിക്കുമ്പോൾ മുട്ട കുറവായിരിക്കും. ചിലപ്പോൾ 15 മുട്ട 30 മുട്ട അങ്ങനെയൊക്കെയാണ്. കാരണം ഇപ്രാവശ്യം എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ പറഞ്ഞത്. ഈ ആഴ്ചത്തെ ഒരു കോഴിമുട്ടയുടെ വില എന്ന് പറഞ്ഞത് 6.50 ആയിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നത്തെ ആഴ്ച 6 രൂപ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ 50 വാങ്ങിയിട്ട മുട്ട. ഒരാൾക്ക് ഒരു ടോക്കണാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഷിബിലി മോനെ കൊണ്ടുവന്ന് 2 ടോക്കൺ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരാൾക്ക് എത്രയും മുട്ട കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ടോക്കൺ തന്നെ എടുത്തു. മറ്റേ ടോക്കൺ വേറൊരാൾക്ക് കൊടുത്തു ചെയ്തിട്ടോ. അങ്ങനത്തെ അല്ലെങ്കിലും ഞങ്ങൾ മുട്ടയും വാങ്ങിക്കൊണ്ടത് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും 11:45 മുതൽ 11:55 വരെയാണ് കേട്ടോ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ. അങ്ങനെ മുട്ടയും കൊണ്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം തന്നെ 2 തുണി കൊണ്ടുവരുന്നു കേട്ടോ. മുട്ടൻ്റെ അടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടണ്ടെന്ന് വെച്ചിട്ട്. ചില ആൾക്കാർ പാത്രങ്ങൾ കൊണ്ടുപോയി, ചില ആൾക്കാർ പെട്ടി കൊണ്ടുപോയി, അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ കൊണ്ടുപോയാൽ. അങ്ങനത്തെ 19 മുട്ട നമ്മൾ വാങ്ങി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും മുട്ട ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വരുമ്പോഴേ ഒരു പേക്ക് ബ്രെഡ് വാങ്ങിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കടിക്കുക പിന്നെ ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4-5 കോഴിമുട്ട എടുത്തു കേട്ടോ. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇക്കാക്ക് അതിലുള്ളതൊന്ന് മാറ്റി വെച്ചിട്ടാ. ഇക്കാക്ക് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്ക് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് ആദ്യം തന്നെ റെഡിയാക്കി എടുത്തുട്ടോ. അതിന് ശേഷം ഇത് നമുക്കുള്ളത് ഒരിത്തിരി പഞ്ചസാരയും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ അത് ബ്രെഡൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഏതായാലും ഇക്ക പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്തെങ്കിലും ചായക്കടി ഒപ്പിക്കണം. അപ്പം ഇതാക്കി അപ്പോഴേക്കത് ചായ റെഡി ആയിട്ടോ. പിന്നെ പാന് ചൂടായതിന് ശേഷം ഇത്തിരി നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ കോഴിമുട്ടയിൽ ഒന്ന് മുക്കിക്കൊണ്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, ഇത് ചൂടോടുക്കനെ തന്നാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ചൂടാറി കഴിഞ്ഞാൽ അത്ര കണ്ടൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ ഒന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടോടുക്കെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇക്കാലെ കുരുമുളക് പൊടി ഇട്ടതില്ലേ, അതാണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് ഇന്നാണ്, അപ്ലോഡ് ചെയ്യുന്നതും ഇന്നാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ പനിയും ജലദോഷമൊന്നും നല്ലോണം മാറിയിട്ടില്ല കേട്ടോ. സൗണ്ടിലൊക്കെ വ്യത്യാസം കാണുന്നുണ്ടാവും അല്ലേ. അങ്ങനത്തെ ബ്രെഡ് പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ എല്ലാവർക്കും ഒന്നും ടേബിൾ വെച്ചു. എല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞു. ബാക്കി 2-3 ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ വെച്ചു. പിന്നെ അത് അടുക്കളയ്ക്ക് ഇറങ്ങി ചായയും കടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ടിയില്ല പാത്രങ്ങൾ കഴുകാനായിട്ടുള്ളത്. പിന്നെ അത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി വരേക്കും എല്ലാവർക്കും.